കോഴിക്കോട് താമരശ്ശേരിയിൽ വെച്ചിട്ട് ഒരാൾ പോലീസ് പിടിയിലാവുന്നതിന് മുൻപ് MDMA വിഴുങ്ങിയതായിട്ടുള്ളൊരു വാർത്ത വന്നിരുന്നല്ലോ. അപ്പോൾ ആദ്യം ഇയാൾ MDMA വിഴുങ്ങി എന്ന് പറഞ്ഞു, പിന്നീട് ഇയാൾ അത് നിഷേധിച്ചു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ പിടിയിലായ ഫായിസിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഈ MDMAയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. വീട്ടിൽ ബഹളം വച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഫായിസ് MDMA പാക്കറ്റ് വിഴുങ്ങിയത്. നാട്ടുകാരടക്കം ഇക്കാര്യം പോലീസിനോട് പറയുകയും ഒക്കെ ചെയ്തതാണ്. ദിലിഷ തിലകനുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ദിലിഷ, ഗുഡ് മോർണിംഗ്. ശരി, കുടുക്കിൽ ഉമ്മരം അരേറ്റക്കുന്നിൽ ഉള്ള ഫായിസ് എന്ന് പറയുന്ന യുവാവ് ഈ സ്വന്തം വീട്ടിലെ മാതാവടക്കമുള്ള വീട്ടുകാരോട് അക്രമാസക്തനാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഓടിയെത്തിയ അയൽക്കാർ ഈ യുവാവിനെ പിടികൂടുകയും പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. ഈ സമയത്താണ്, അതായത് പോലീസിന് വിവരം അറിയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഫായിസ് കയ്യിലുണ്ടായിരുന്ന MDMA പാക്കറ്റ് വിഴുങ്ങിയത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഫായിസിന്റെ വയറ്റിൽ MDMA തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സ്കാനിങ്ങിൽ ഫായിസ് വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വീട്ടിൽ ബഹളം വെച്ചതിന് പിന്നാലെയാണ്, കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് താമരശ്ശേരി, പ്രത്യേകിച്ച് താമരശ്ശേരി ഭാഗത്ത് തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത് വലിയ ക്രൂര കൊലപാതകങ്ങളിലേക്കും മറ്റും കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഭയം കൂടിയ തന്നെയാണ് നാട്ടുകാരെ പെട്ടെന്ന് ഈ ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. 4 ദിവസം മുമ്പാണ് ഫായിസ് വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. വീട്ടിൽ മാതാവും അതുപോലെ തന്നെ സഹോദരനും 2 സഹോദരിമാരും സഹോദരിയുടെ കൈക്കുഞ്ഞുമാണ് ഉണ്ടായിരുന്നത്. ഈ മാതാവ് അടക്കമുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫായിസ് വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാരെ പോലീസിൽ വിവരം അറിയിച്ചത്. എന്നാൽ പോലീസ് ഉടനെ എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഫായിസ് വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ ദിലിഷ, വ്യക്തമാണ്. ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു MDMA വിഴുങ്ങി ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് താമരശ്ശേരിയിലും ഇയാൾ ഫായിസ് MDMA വിഴുങ്ങിയത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദിലിഷ തിലകൻ കോഴിക്കോട് നിന്ന്.